ഓം നമഃ ശിവായ അല്ലേ, എന്തോ വലിയൊരു സംഭവമാണ്, ഭയങ്കര വലിയ മന്ത്രമാണെന്നൊക്കെ പറയും. സത്യത്തിൽ അതെന്താണെന്നറിയോ? അതായത് ഒറിജിനൽ ഭാഷയിൽ നമ്മുടെ അദ്വൈതാർത്ഥങ്ങൾക്ക് ഒരു ഒറിജിനൽ ഭാഷയുണ്ട്. ആ ഭാഷയുടെ വ്യാകരണത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതായത് തളിരില്ലാത്തയിടത്ത്, പുതുജീവനുകളില്ലാത്തയിടത്ത് പോയി അടിസ്ഥാന ഗുണത്തിൻ്റെ വിത്ത് പാകൂ എന്നാണ് അതിൻ്റെ അർത്ഥം. തളിരുകളില്ലാത്തയിടത്ത് പോയി പുതുവിത്ത് പാകൂ, അതാണ് ഓം നമഃ ശിവായ എന്ന് പറഞ്ഞാൽ. നമഃ എന്ന് പറഞ്ഞാൽ പുതിയ രൂപങ്ങളില്ലാത്ത അവസ്ഥേനെയാണ് നമഃ എന്ന് പറഞ്ഞാൽ. ശിവായ എന്ന് പറഞ്ഞാൽ ശിവ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഗുണമെന്നാണ്. യാ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുമെന്നാണ്. ഓം എന്ന് പറഞ്ഞാൽ ബന്ധിക്കുമെന്നാണ്. മനസ്സിലായോ? ബന്ധിക്കുമെന്ന് പറഞ്ഞാൽ ഓം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ഥലവുമായിട്ട് നമ്മളെ തന്നെ ബന്ധിക്കുമെന്ന് പറയും. ബന്ധിക്കുക എന്നാണ് അതിന് പറയുക. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തളിരില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകൂ, അവിടെ അടിസ്ഥാന വിത്ത് പാകൂ എന്ന് പറയില്ലേ, അതാണ്. അതെപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഒരു സൃഷ്ടി ഗുണങ്ങളെ പരിശീലിപ്പിക്കുന്ന ഗുരു തൻ്റെ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമാണ്. നിൻ്റെ ധർമ്മം എന്താണ്? ഒരു സൃഷ്ടി ഗുണമുള്ള നിൻ്റെ ധർമ്മം എന്താണ്? തളിരുകളില്ലാത്തിടത്ത്, പുതുജീവനുകളില്ലാത്തിടത്ത്, പുതിയ ആശയങ്ങളില്ലാത്തിടത്ത്, യാതൊരു സൃഷ്ടിയും നടക്കാത്തിടത്ത് പോയി അടിസ്ഥാന ഗുണത്തെ കൊടുക്കുമെന്നാണ്. അടിസ്ഥാന ഗുണം 3 സൃഷ്ടി ഗുണമാണ്. സെൻ, റൻ, ജൻ എന്ന് പറയും. ഈ 3 ഗുണങ്ങൾ അവയെ കൊടുക്കുമെന്നാണ്. അപ്പോൾ ഈ സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റിദ്ധരിച്ച് വേറെന്തോ മന്ത്രമാണ്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്, അല്ലാണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഒരു ശിഷ്യൻ എപ്പോഴും അത് ഓർത്തിരിക്കും. ഓം നമഃ ശിവായ, ഗുരു പറഞ്ഞത് മനസ്സിലായി. ഓം നമഃ ശിവായ. അപ്പോൾ അവിടെ പോയി അത് കൊടുക്കുമെന്നാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് വേറൊരെണ്ണമുണ്ടല്ലോ, ഓം നമോ നാരായണായ എന്ന് പറയും. എന്താണത്? ഇതേ അർത്ഥം തന്നെയാണ്. നമോ എന്ന് പറഞ്ഞാൽ, നമ എന്ന് പറഞ്ഞാൽ പുതിയ രൂപത്തെ ഉണ്ടാക്കുമെന്നാണ്. നമോ എന്ന് പറഞ്ഞാൽ പുതിയ രൂപത്തെ ഉണ്ടാക്കും. പക്ഷെ അത് ഏത് വഴിയിലൂടെയാണെന്നാണ് പറയുന്നത്? അത് നാരായണായ എന്ന വഴിയിലൂടെ പുതിയ രൂപത്തെ ഉണ്ടാക്കുമെന്നാണ്. എന്താണ് നാരായണായ? നാരായം എന്ന് പറഞ്ഞാൽ പേന എന്നാണ് നിങ്ങൾക്കറിയാമല്ലോ. നാരായണ എന്ന് പറഞ്ഞാൽ നാരായണ ആയ എന്നാണ്. അപ്പോൾ നാരായം എന്ന് പറഞ്ഞാൽ നാരം, നരം എന്ന് പറഞ്ഞാൽ പുതിയ രൂപകൽപ്പന ചെയ്യുന്നതിനെയാണ്. അത് ബ്രഹ്മഗുണമുള്ള ആൾക്കാരോട് പറയുന്ന ഉപദേശമാണ്. ബ്രഹ്മഗുണമെന്ന് വെച്ചാൽ പുതിയ രൂപങ്ങളെ മനസ്സിൽ കാണാനും അതിൻ്റെ രൂപകൽപ്പനകൾ ചെയ്യാനുമായിട്ടുള്ള കഴിവാണ് ബ്രഹ്മഗുണം. അപ്പോൾ ആ ഗുണമുള്ള ഒരാളോട് പറയുന്നതാണ്. നാരായം എന്ന് പറഞ്ഞാൽ ഈ പുതിയ രൂപകൽപ്പന ചെയ്യാനായിട്ടുള്ള ബോധമാണ് നാരായം. അപ്പോൾ നാരായണായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്.